നമസ്കാരം. പശ്ചിമേഷ്യയിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ ഇറാനെതിരെ വീണ്ടും സൈനിക നടപടി സ്വീകരിക്കുമെന്ന ഇസ്രായേലിൻ്റെ പ്രഖ്യാപനം മേഖലയിൽ പുതിയ ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് അയവുണ്ടായതോടെ രാജ്യത്ത് വാണിജ്യ LPG സിലിണ്ടറിനും ഇന്ധനവിലയ്ക്കും ആശ്വാസം ലഭിച്ചു. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറിൻ്റെ വില കുറച്ചതോടൊപ്പം നയാര എനർജി പെട്രോളിനും ഡീസലിനും വില കുറച്ചിട്ടുണ്ട്. ഇതിനിടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി നിർബന്ധമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയതും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ഒരു മണി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെയും അമേരിക്ക ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെയും സമാധാന ശ്രമങ്ങളെയും മുന്നറിയിപ്പുകളെയും പൂർണ്ണമായും തള്ളി ഇസ്രായേൽ. ഇറാനെതിരെ വീണ്ടും സൈനിക നടപടിക്ക് മടിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെല്ലുവിളി ഉയർത്തി. ആണവായുധം കൈവരിക്കുന്നതിൽ നിന്നും ഇറാനെ തടയാൻ ഇസ്രായേൽ സ്വതന്ത്രമായി തന്നെ മുന്നോട്ട് പോകുമെന്നും മേഖലയിലെ സമാധാന ചർച്ചകൾ ഇസ്രായേലിന് ബാധകമല്ലെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഇസ്രായേലിൻ്റെ ചാനൽ 14 നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത്. മേഖലയിൽ മാസങ്ങളായി തുടരുന്ന സൈനിക സംഘർഷങ്ങൾക്ക് വിരാമമിടാൻ ലക്ഷ്യമിട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ഖത്തറിൻ്റെ മധ്യസ്ഥതയിൽ നിർണായക ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് നെതന്യാഹുവിൻ്റെ കടുത്ത നിലപാട്. എന്നാൽ ഇറാൻ്റെ ആണവ സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കാതെ ഒരു കരാറിനെയും തങ്ങൾ അംഗീകരിക്കില്ലെന്നാണ് ഇസ്രായേലിൻ്റെ നിലപാട്. ഈ കരാർ നിലവിൽ വന്നാലും തങ്ങൾക്ക് ഇറാനെ ആക്രമിക്കാൻ അവകാശമുണ്ടെന്ന് ഇസ്രായേൽ വാദിക്കുന്നു. അതേസമയം തുടർ വിവാദങ്ങളും ആക്രമണങ്ങളും മേഖലയെ കൂടുതൽ വഷളാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ വീണ്ടും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് മുതിർന്നാൽ രാജ്യാന്തര തലത്തിൽ ഒറ്റപ്പെടുമെന്ന് ട്രംപ് നെതന്യാഹുവിനെ നേരിട്ടറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ഫോണിൽ സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ഇറാൻ പ്രസിഡന്റിനെ ഔദ്യോഗികമായി ക്ഷണിച്ചു. ഇന്ത്യയിലെ ഇറാൻ എംബസി ഈ കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവവികാസങ്ങളെക്കുറിച്ച് ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെസഷ്കിയാനുമായി സംസാരിച്ചെന്ന് ഫോൺ സംഭാഷണത്തിന് ശേഷം പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ചർച്ചകളിലുണ്ടായ പുരോഗതിയെ സ്വാഗതം ചെയ്യുകയും തുടർന്നുള്ള ശ്രമങ്ങൾ ഈ മേഖലയെ ശാശ്വതമായ സമാധാനത്തിലേക്ക് നയിക്കുമെന്നും പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യക്കും ലോകത്തിനും ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് ആവർത്തിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. സമീപകാല യുദ്ധത്തിൽ ഇറാൻ്റെ പരമോന്നത നേതാവും നിരവധി ഉദ്യോഗസ്ഥരും പൗരന്മാരും രക്തസാക്ഷിത്വം വരിച്ചതിൽ ഇന്ത്യയിലെ ജനങ്ങളുടെയും സർക്കാരിൻ്റെയും അനുശോചനം പ്രധാനമന്ത്രി അറിയിച്ചെന്നും ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഇന്ത്യ ഒരു പ്രത്യേക പ്രതിനിധി സംഘത്തെ അയക്കുമെന്നും അദ്ദേഹം പറഞ്ഞതായും ഇറാൻ എംബസി അറിയിച്ചു. രാജ്യത്ത് പാചകവാതക സിലിണ്ടറിൻ്റെ വില കുറച്ചു. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിൻ്റെ വിലയാണ് കുറച്ചത്. 19 കിലോയുള്ള വാണിജ്യ സിലിണ്ടറിൻ്റെ വില 183 രൂപയുടെ കുറവാണ് വരുത്തിയത്. ഇതോടെ വാണിജ്യ സിലിണ്ടർ വില 3113 നിന്നും 2930 എത്തി. ഹോട്ടലുകൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും വിലക്കുറവ് ആശ്വാസകരമാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷസ്ഥിതി ലഘൂകരിക്കപ്പെട്ടതോടെയാണ് വില കുറഞ്ഞത്. വാണിജ്യ സിലിണ്ടറുകൾക്കുള്ള നിയന്ത്രണം കഴിഞ്ഞ ദിവസം എടുത്തുകളഞ്ഞിരുന്നു. എന്നാൽ യുദ്ധത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് വിലക്കുറവ് എത്തിയിട്ടില്ല. അതേസമയം ഗാർഹിക സിലിണ്ടറിൻ്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഇന്ധനവില കുറച്ച നയാര എനർജി പെട്രോളിന് 5 ഡീസലിന് 3 രൂപയുമാണ് കുറച്ചത്. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്ക് പിന്നാലെ നയാര ഇന്ധനവില വർദ്ധിപ്പിച്ചിരുന്നു. ഇപ്പോൾ പ്രതിസന്ധിയിൽ നിന്നും അയവ് വരുന്ന ഘട്ടത്തിലാണ് വില കുറച്ചത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഇതാദ്യമായാണ് ഒരു കമ്പനി ഇന്ധനവില കുറയ്ക്കുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി അയവുകയും ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള വാണിജ്യ കപ്പൽ ഗതാഗതം സാധാരണഗതിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് നയാര എനർജി ഇന്ധനവില കുറച്ചത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഓഹരികൾ കൈമാറാൻ അദാനി ഗ്രൂപ്പിന് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി നിർബന്ധമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ കമ്പനിക്ക് സ്വന്തം നിലയ്ക്ക് ഓഹരികൾ വിൽക്കാൻ കഴിയില്ലെന്നും അത്തരം നീക്കങ്ങൾക്ക് യാതൊരുവിധ നിയമസാധുത ഉണ്ടാകില്ലെന്നും നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ അദ്ദേഹം വ്യക്തമാക്കി. ആഗോള കപ്പൽ ഗതാഗത കമ്പനിയായ
മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയും അദാനി പോർട്സും തമ്മിൽ 49% ഓഹരികൾ കൈമാറാൻ ധാരണയിലെത്തിയതായും ഇതിലൂടെ 13,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം എത്തുന്നതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈ നീക്കത്തെക്കുറിച്ച് സർക്കാരിന് ഇതുവരെ ഔദ്യോഗികമായി വിവരമൊന്നും ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അദാനി ഗ്രൂപ്പും ഷിപ്പിംഗ് കോർപ്പറേഷനുമായി പ്രാഥമിക ചർച്ചകൾ നടന്നിട്ടുണ്ടാകാമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം വാർത്തകൾ പ്രചരിക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. ജൂണിൽ GST വരുമാനം 13.9% വർദ്ധിച്ച് 1.95 ലക്ഷം കോടി രൂപയായി. ആഭ്യന്തര ഇടപാടുകളിൽ നിന്നുള്ള മൊത്തം വരുമാനം 6.5% ഉയർന്ന് 1.35 ലക്ഷം കോടിയിലെത്തി. അതേസമയം ഇറക്കുമതി വരുമാനം 34.6% ഉയർന്ന് 60,038 കോടിയിലെത്തി. ജൂണിൽ മൊത്തം റീഫണ്ടുകൾ 29.1% ഉയർന്ന് 32,436 കോടിയിലെത്തി. റീഫണ്ടുകൾ ക്രമീകരിച്ചതിന് ശേഷം ജൂണിൽ അറ്റ വരുമാനം 11.2% വർദ്ധിച്ച് 1.62 ലക്ഷം കോടിയിലധികമായി. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതിനെ തുടർന്ന് നഷ്ടത്തിലായ സ്വകാര്യ ബസ്സുകളെ രക്ഷിക്കാൻ KSRTC ബസ്സുകളുടെ സമയം പുനഃക്രമീകരിക്കും. സ്വകാര്യ ബസ്സുകളുമായി മത്സരിച്ച് ഓടിയിരുന്ന പാതകളിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ ഓർഡിനറി ബസ്സുകളുടെ ഷെഡ്യൂൾ പുനഃക്രമീകരിക്കാനാണ് നീക്കം. സ്വകാര്യ ബസ്സുകാർക്കും യാത്രക്കാരെ കിട്ടുന്ന വിധത്തിൽ KSRTC ബസ്സുകളുടെ യാത്രാ സമയത്തിൽ 5 മുതൽ 10 മിനിറ്റ് വരെ മാറ്റം വരുത്താനാണ് തീരുമാനം. 3125 ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 40% ഷെഡ്യൂളുകൾ സ്വകാര്യ ബസ്സുകാരെ ബാധിക്കുന്ന വിധത്തിലാണെന്നും പ്രാഥമിക നിഗമനം. സ്വകാര്യ ബസ്സുകാരെ റൂട്ട് പങ്കിടുന്ന മേഖലകളിൽ പ്രിയദർശിനി പദ്ധതി ആരംഭിച്ച ശേഷം സ്വകാര്യ ബസ്സുകാരുടെ വരുമാനത്തിൽ പ്രതിദിനം 1,500 മുതൽ 2,000 രൂപയുടെ വരെ കുറവുണ്ടാവുന്നുവെന്ന് മന്ത്രി CP ജോൺ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. പ്രിയദർശിനി പദ്ധതി കാരണം സ്വകാര്യ ബസ്സുകൾ നിരത്തിൽ നിന്നും പിന്മാറുന്ന സ്ഥിതി ഉണ്ടായാൽ സർക്കാർ നയത്തിൽ കടുത്ത തിരിച്ചടി ഉണ്ടാവുമെന്ന സൂചന വിവിധ കോണുകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് KSRTCയുടെ റൂട്ട് പുനഃക്രമീകരിക്കാൻ ആലോചിക്കുന്നത്. അമേരിക്കൻ പൗരത്വം ജന്മാവകാശമല്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് റദ്ദാക്കി സുപ്രീം കോടതി. അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം നൽകുന്നത് ഭരണഘടനാപരമായ ഉറപ്പാണെന്ന് കോടതി വ്യക്തമാക്കി. കുടിയേറ്റം തടയുക എന്ന ലക്ഷ്യത്തോടെ ട്രംപ് തന്റെ രണ്ടാം ഭരണകാലത്തിന്റെ തുടക്കത്തിൽ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവുകളിൽ ഒന്നാണ് ഇതോടെ ഇല്ലാതായത്. മാതാപിതാക്കൾക്ക് പൗരത്വമില്ലെങ്കിലും അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായി ലഭിക്കുന്ന ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് റദ്ദാക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. 9 അംഗ ബെഞ്ചിൽ 6-നെതിരെ 3 വോട്ടുകൾക്കാണ് സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധി. വിവിധ ലോൺ ആപ്പ് സംഘങ്ങൾ 1.5 വർഷത്തിനിടെ സംസ്ഥാനത്തേക്ക് ഒഴുക്കിയത് 100 കോടിയിലേറെ രൂപയുടെ വായ്പയെടുത്തവരിൽ 80%വും കൗമാരക്കാരും 25 വയസ്സിന് താഴെയുള്ളവരുമാണ്. രാജ്യത്ത് 540ഓളം ലോൺ ആപ്പ് സംഘങ്ങളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പേപ്പർ വർക്കില്ലാതെ കാത്തിരിപ്പില്ലാതെ 5 മിനിറ്റുള്ളിൽ വായ്പ ലഭിക്കുമെന്നാണ് പ്രചരിക്കുന്നത്. വായ്പ കിട്ടാൻ എളുപ്പമാണെങ്കിലും തിരിച്ചടവ് മുടങ്ങിയാൽ ഉണ്ടാകുന്നത് ഭയാനകമായ ഇടപെടലുകളാണെന്നാണ് പോലീസ് പറയുന്നത്. ലോൺ ആപ്പ് സംഘങ്ങളുടെ ഭീഷണിയെക്കുറിച്ചും തിരിച്ചടവ് കഴിഞ്ഞിട്ടും പണം ആവശ്യപ്പെടുന്ന സംഘത്തെക്കുറിച്ചും 1 വർഷത്തിനുള്ളിൽ 55,000 പരാതികൾ സൈബർ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പരാതികളിലേറെയും ഭീഷണിയെപ്പറ്റിയാണ്. 10,000 മുതൽ 50,000 വരെയാണ് വായ്പ നൽകുന്നത്. 36% വരെയാണ് പലിശ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥിനി നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഫ്രിൻഡ് ലോൺ ആപ്പ് സംഘം 2025-26 മെയ് വരെ 300 കോടി രൂപയാണ് രാജ്യത്ത് വായ്പ നൽകിയെന്ന സംഭവം അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 115 രൂപയും പവന് 920 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ 1 ഗ്രാം സ്വർണം 12,905 രൂപയും 1 പവൻ സ്വർണം 1,03,240 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 10,610 രൂപയും പവന് 84,880 രൂപയുമാണ് വിപണി വില. വെള്ളി ഗ്രാമിന് 235 രൂപയിലാണ് വ്യാപാരം. ഇതോടെ 1 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.